നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് നാളുകളെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1.5 മാസങ്ങൾക്ക് മുൻപ് പഞ്ചാബിൽ പാകിസ്ഥാനുമായി പങ്കിടുന്ന അതിർത്തി പ്രദേശത്ത് വെച്ച് 12 പേരെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ 12 പേരും ബബ്ബർ ഖാൽസ ഇൻ്റർനാഷണൽ BKI എന്നറിയപ്പെടുന്ന ഖാലിസ്ഥാനി ഭീകരവാദ സംഘടനയുടെ പ്രവർത്തകരായിരുന്നു. പഞ്ചാബ് DGP ഗൗരവ് യാദവ് മാധ്യമപ്രവർത്തകരോട് ഇവരുടെ അറസ്റ്റിനെ സംബന്ധിച്ച് പറഞ്ഞത്, പാകിസ്ഥാനിൽ നിന്ന് ഇവർക്ക് ആയുധങ്ങൾ, അത് AK-47 പിസ്റ്റലുകൾ, ഗ്രനേഡുകൾ, ഈ ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് IEDകൾ, ഈ ഹോം മെയ്ഡ് ബോംബെന്നൊക്കെ പറയില്ലേ, സ്വന്തമായിട്ട് ഇംപ്രവൈസ് ചെയ്തുണ്ടാക്കുന്ന സ്ഫോടക വസ്തുക്കൾ, ഇവയൊക്കെ നിർമ്മിക്കുവാനുള്ള സാമഗ്രികൾ, ഇവയെല്ലാം പാകിസ്ഥാനിൽ നിന്ന് ഇവർക്ക് നൽകപ്പെട്ടിരുന്നു. ഈ ഭീകരവാദികൾ 12 പേരും പഞ്ചാബിൽ വിവിധ സ്ഥലങ്ങളിലായി ഇതെല്ലാം സംഭരിച്ചു വെച്ച് പഞ്ചാബിൽ തന്നെ വീണ്ടും ഒരു ഖാലിസ്ഥാനി ഭീകരതയ്ക്ക് തുടക്കം കുറിക്കുവാനുള്ള പദ്ധതിയിട്ട് വരികയായിരുന്നു. അപ്പോൾ ഈ ഖാലിസ്ഥാനി ഭീകരവാദികളുടെ നാശം കണ്ട KPS ഗിൽ എന്ന പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ്റെ IPS ഉദ്യോഗസ്ഥൻ്റെ കാലശേഷം പഞ്ചാബിൽ ഏറെക്കാലം ശാന്തി നിലനിന്നിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്, പുതിയതായി ഉയർന്നു വന്ന നവ ഖാലിസ്ഥാൻവാദികൾ ശ്രമിക്കുന്നത് പഞ്ചാബിൽ വീണ്ടും ആ അഗ്നി ഒന്ന് ഊതിക്കത്തിക്കുവാനാണ്. എവിടെയെങ്കിലും ആ കനൽ ബാക്കിയുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഊതി ആളിക്കത്തിക്കുവാനാണ്. ഭീകരവാദത്തെ വീണ്ടും പഞ്ചാബിൻ്റെ മണ്ണിലേക്ക് തിരികെ കൊണ്ടുവരുവാനാണ്. പഞ്ചനദികളുടെ പുണ്യഭൂമിയായിട്ടുള്ള പഞ്ചാബിൽ ഏറെക്കാലം കോൺഗ്രസിൻ്റെ കെടുകാര്യസ്ഥതയാൽ രക്തം ഈ നദികളിൽ ഒഴുകിയിരുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക്, ഹിന്ദുക്കൾക്ക്, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്, നിരപരാധികളായ പഞ്ചാബി സിഖ് വിഭാഗക്കാർക്ക് ജീവനുകൾ നഷ്ടപ്പെട്ടിരുന്നു. ഖാലിസ്ഥാനികളെ പോലീസ് ഒടുവിൽ KPS ഗില്ലിൻ്റെ നേതൃത്വത്തിൽ കൊന്നു തള്ളി. അങ്ങനെയാണ് ഇത് അവസാനിപ്പിച്ചത്. യാതൊരു ദാക്ഷിണ്യവും കാട്ടാതെ എൻകൗണ്ടറും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വഴിയും ഒക്കെ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം ഈ തീ അണയാൻ പോകുന്ന തീ ആളിക്കത്തുന്നു എന്ന് പറഞ്ഞതുപോലെ വലിയ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഇരയാകേണ്ടി വന്നു പഞ്ചാബ്. അതിനുമൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും. ഒരുപക്ഷെ പാകിസ്ഥാനുമായി ചേർന്ന് പഞ്ചാബിനെ ഭാരതത്തിൽ നിന്ന് വിഘടിപ്പിക്കുവാനുള്ള ഒരു പദ്ധതി ഇവർ തയ്യാറാക്കുമെന്നുള്ള ഘട്ടത്തിലാണ് KPS ഗിൽ പഞ്ചാബിൻ്റെ മണ്ണിലെത്തുന്നതും പഞ്ചാബിൻ്റെ മണ്ണിൽ പോലീസിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതും ഈ ഖാലിസ്ഥാനികളെ അടിച്ചമർത്തുന്നത്. അപ്പോൾ ഈ ഖാലിസ്ഥാനി, ഈ ഭിന്ദ്രൻവാലെ പോലുള്ള ഭീകരവാദികളുടെ പുതിയ രൂപങ്ങൾ, അല്ലെങ്കിൽ ആരാധകരെന്ന് സ്വയം പ്രഖ്യാപിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ യുവാക്കളെ പ്രകോപിതരാക്കി തെരുവിലിറക്കി കലാപങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന അമർ സിംഗിനെ പോലുള്ള, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന എന്നാൽ ലോക്സഭ MP ആയിട്ടുള്ള വ്യക്തിയെപ്പോലുള്ളവരെ പലരെയും നാം കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ എല്ലാം ഈ ഒരു ശ്രമങ്ങൾ മുളയിലേ നുള്ളുകയായിരുന്നു ഭാരത സർക്കാർ. പക്ഷേ അതിനുമപ്പുറത്തേക്ക് വളരെ ആസൂത്രിതമായൊരു ശ്രമം ഇപ്പോൾ ഈ ബാബർ ഖാൽസ ഇൻ്റർനാഷണലും പാകിസ്ഥാനിലെ ISIയുടെ ISIയുടെ ആളുകളെന്ന് ഞാൻ പറയുന്നത് ഈ പഞ്ചാബിൽ പ്രവർത്തിക്കുന്ന, ഭാരതത്തിൻ്റെ ഭാഗമായ പഞ്ചാബിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദികളുടെ ഹാൻഡ്ലർമാർ, അവരുടെ മുതലാളിമാർ, ഉടയോന്മാർ, അവരും ചേർന്ന് പുതിയ തരത്തിലുള്ളൊരു ഭീകരവാദം പഞ്ചാബിനുള്ളിൽ സൃഷ്ടിച്ചെടുക്കുവാൻ, എന്നാൽ പഴയ ആശയങ്ങൾ തന്നെ കൂടുതൽ ശക്തിയായി തീക്ഷ്ണമായി ആളിക്കത്തിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങളുടെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഡ്രോണിലൂടെ വിതരണം ചെയ്യുന്ന ആയുധങ്ങളിലും മയക്കുമരുന്നുകളിലും മാത്രം ഒതുങ്ങുന്നില്ല. മയക്കുമരുന്നും വളരെ വ്യാപകമായി പഞ്ചാബിൽ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. ഡ്രോണുകളിലൂടെയും അതിർത്തികളിലെ അസുരക്ഷിതമായ മാർഗങ്ങളിലൂടെയും തുരങ്കങ്ങൾ വഴിയുമെല്ലാം പഞ്ചാബിലേക്ക് മയക്കുമരുന്ന് കുത്തി ഒഴുക്കപ്പെടുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന്. പഞ്ചാബിൽ മയക്കുമരുന്നിൻ്റെ ഒരു ഉപയോഗവും വിപണനവും ഭയാനകമായ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി സർക്കാരിൻ്റെ കീഴിൽ. ആം ആദ്മി പാർട്ടി സർക്കാർ എല്ലാ കാലത്തും ഖാലിസ്ഥാനികളെ പിന്തുണയ്ക്കുന്നൊരു മനോഭാവം, അവരോട് അനുഭാവം പുലർത്തുന്നൊരു മനോഭാവം, അതിനുമപ്പുറത്തേക്ക് അവരുടെ സഹായം സ്വീകരിച്ച് പഞ്ചാബിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുവാൻ ശ്രമിക്കുന്നൊരു മനോഭാവം പുലർത്തുന്നൊരു സർക്കാരാണ്. അപ്പോൾ പഞ്ചാബിൻ്റെ കാര്യത്തിലേക്ക് തിരികെ വന്നാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ ആയുധ വിതരണവും മയക്കുമരുന്ന് കച്ചവടവും ഇതിനുമൊക്കെ അപ്പുറത്തേക്ക് സാംസ്കാരികമായൊരു അധിനിവേശത്തിനും ഈ ബാബർ ഖാൽസ ഇൻ്റർനാഷണൽ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് സിനിമകൾ നിർമ്മിക്കുക. ആ സിനിമകളിലൂടെ ഖാലിസ്ഥാൻ ഭീകരവാദത്തെ ഒരു പരിധിക്ക് മുകളിൽ വീരവൽക്കരിച്ച് കാണിക്കുക, ഒരു മഹത്വവൽക്കരിച്ച് കാണിക്കുക എന്നുള്ളത്. അത്തരത്തിലൊരു ശ്രമത്തിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമായ സത്ലജ് എന്ന ചലച്ചിത്രം. ഈ സത്ലജ് എന്ന ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമേ ഈ ചിത്രത്തിൻ്റെ പേര് പഞ്ചാബ് 95 എന്നായിരുന്നു.
ഈ ചലച്ചിത്രം നിർമ്മാണം തുടങ്ങിയിട്ട് ഏറെക്കാലമായി. 2022 സെൻസർ ബോർഡിൻ്റെ മുമ്പിലെത്തിയ ഈ ചിത്രം രാജ്യവിരുദ്ധ രംഗങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് എന്ന് കണ്ട സെൻസർ ബോർഡ് ഏതാണ്ട് 120 കട്ടുകളുണ്ടെങ്കിൽ ഇതിന് സർട്ടിഫിക്കറ്റ് തരാൻ സാധിക്കുമെന്ന് നിർമ്മാതാക്കളെ അറിയിച്ചു. അതിനെ തുടർന്ന് നിർമ്മാതാക്കൾ നിശബ്ദരായി കുറച്ചു കാലം പിൻവാങ്ങി നിന്നു. ഒടുവിൽ തന്ത്രപൂർവ്വം നിശബ്ദരായി തന്നെ പേര് മാറ്റി പഞ്ചാബ് 95 സത്ലജ് എന്നാക്കി OTT പ്ലാറ്റ്ഫോമിൽ ഈ ചിത്രം OTT പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ടു. അതിനെ തുടർന്ന് വിവാദങ്ങളൊന്നും ഉയരുന്നില്ല എന്ന് കണ്ടപ്പോൾ 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ചിത്രം പെട്ടെന്ന് OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് ഭാരതത്തിൽ മാത്രം പിൻവലിക്കപ്പെട്ടു. ഏതാണ്ട് പിൻവലിക്കപ്പെട്ട ഉടനെ തന്നെ ഹരിയാനയിലും പഞ്ചാബിലുമൊക്കെ വിവിധ പൊതുതാൽപര്യ ഹർജികൾ കോടതികളുടെ മുൻപിലെത്തി. ഈ ചിത്രത്തെ വീണ്ടും സിയുടെ പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കുവാൻ അനുവദിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ട്വിറ്ററിലൂടെയും ഇപ്പോൾ എക്സ് ആയ ട്വിറ്ററിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങൾ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ചിത്രം നരേന്ദ്രമോദി സർക്കാർ ഇടപെട്ടാണ് സിയെ കൊണ്ട് പിൻവലിച്ചിരുന്നതെന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശമെന്നല്ല, ഇതൊരു വലിയ തന്ത്രമാണ്, ചതിയാണ്. ഈ ചിത്രത്തിൻ്റെ ഒരു പ്രചാരം ലഭിക്കുവാനുള്ള ഒരു ചതി. എന്തിനു വേണ്ടിയിട്ടാണ് പ്രചാരം? പണം തിരികെ ഉണ്ടാക്കുവാനാണോ? അല്ല. ഞാൻ ഈ ചിത്രത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളിലേക്ക് വരാം, ഒരല്പം ഹ്രസ്വമായി വിവരിക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ ഒരു പിന്നിലുള്ള ഒരു ചതി പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ ഭാരതത്തിൽ മാത്രം ഇത് നിർബന്ധപൂർവ്വം മോദി സർക്കാർ പിൻവലിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തെക്കുറിച്ചുള്ള ആകാംക്ഷ പഞ്ചാബിലെങ്കിലും വളരെയധികം വർദ്ധിക്കും. ആ തരുണത്തിൽ ഭാരതത്തിന് പുറത്ത് എല്ലാ പ്രദേശങ്ങളിലും ഇത് ഒരു കട്ട് പോലും ഇല്ലാതെ, ഒരു രംഗം പോലും മുറിച്ചു മാറ്റാതെ ഇപ്പോഴും ലഭ്യമാണ്. പ്രദർശനം തുടരുന്നുണ്ട് ഇതേ പ്ലാറ്റ്ഫോമുകളിൽ തന്നെ. അതിൻ്റെ ഏറ്റവും നല്ല പ്രിൻ്റ് വ്യാജമെന്നുള്ള തരത്തിൽ ടെലഗ്രാം പോലുള്ള മാധ്യമങ്ങളിലൂടെ പഞ്ചാബിൽ വ്യാപകമായി ലീക്ക് ചെയ്യപ്പെടുന്നുണ്ട്, വിതരണം. ഈ ചിത്രത്തിൻ്റെ ഉദ്ദേശം അടിമുടി ഖാലിസ്ഥാനീവൽക്കരിച്ച ഒരു വ്യക്തിയുടെ കഥ പറഞ്ഞ് സ്വന്തമായി ഒരു ഖാലിസ്ഥാനീവൽക്കരിക്കപ്പെട്ട ഒരു മനോഭാവമുള്ള ഒരു വ്യക്തിയുടെ ജീവിതകഥ ഒരു വീരോദാത്ത ചരിത്രമാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ച് യുവാക്കളെ ഖാലിസ്ഥാനി പ്രസ്ഥാനത്തിലേക്ക്, ഭീകരവാദ പ്രസ്ഥാനത്തിലേക്ക്, ബാബർ ഖൽസ ഇൻ്റർനാഷണലിലേക്ക്, പാകിസ്ഥാൻ്റെ അടിമത്തത്തിലേക്ക്, ISIയുടെ പിണിയാളുകളുടെ രൂപത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുക, പുതിയതായി വരുവാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ദിൽജീത് ദൊസാഞ്ച് എന്ന ഒരു നടനാണ്, ഒരു പ്രഖ്യാപിത ഖാലിസ്ഥാനി പിന്തുണക്കാരനാണ് ഈ ചിത്രത്തിലെ നായകൻ. മറ്റ് വിവരങ്ങളൊന്നും ഇവിടെ പ്രസക്തമല്ല. ഇതിൻ്റെ നിർമ്മാതാക്കൾ ആരാണ്? നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് ശരിക്കും ബാബർ ഖൽസ ഇൻ്റർനാഷണലും ISIയുമാണ്. അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അന്വേഷിക്കേണ്ട കാര്യമല്ല. ഈ ചിത്രം ആരുടെ കഥയാണ് പറയുന്നത് എന്ന് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പ്രേക്ഷകർ. ഒന്ന് ചുരുക്കി പറയാം. ഇതൊരു ബയോപിക് എന്നുള്ള രീതിയിലാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ജസ്വന്ത് സിംഗ് ഖാർല എന്നൊരു സർദാർജിയെക്കുറിച്ചാണ് ഈ ചിത്രം. ഈ സർദാർജി രാജ്യസേവനം ചെയ്ത് പരംവീർ ചക്ര വാങ്ങിയൊരു സർദാർജിയല്ല, പകരം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. പഞ്ചാബിൽ KPS ഗില്ലിൻ്റെ നേതൃത്വത്തിൽ ഖാലിസ്ഥാനി ഭീകരവാദികളെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തിക്കൊണ്ടിരുന്ന കാലത്ത് ഈ ജസ്വന്ത് സിംഗ് ഖാർല താനൊരു മനുഷ്യാവകാശ പ്രവർത്തകനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ശ്മശാനങ്ങളിൽ പോലീസുകാർ വിറക് വാങ്ങിയ കണക്കുകളെല്ലാം എടുത്ത് ഏതാണ്ട് 25,000-ഓളം പഞ്ചാബികളെ, സർദാർജിമാരെ KPS ഗില്ലിൻ്റെ പോലീസുകാർ അനധികൃതമായി കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നൊരു വിവരം അങ്ങ് പുറത്തുവിട്ടു. വലിയ വിവാദമായി, ദേശീയ മാധ്യമങ്ങളിലെല്ലാം ചർച്ചയായി. പ്രത്യേകിച്ച് കാനഡയിൽ നിന്നൊക്കെ ഖാലിസ്ഥാനി പിന്തുണക്കാരുടെ അല്ലെങ്കിൽ ഖാലിസ്ഥാനികളോട് അനുഭാവമുള്ള വ്യക്തികളുടെ പണം മോഹിച്ച മാധ്യമങ്ങൾ രാജ്യത്തെത്തുകയും അല്ലെങ്കിൽ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുവാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന പാശ്ചാത്യ ശക്തികളുടെ പിണിയാളുകളായ മാധ്യമങ്ങൾ ഇയാൾക്ക് വലിയ പ്രചാരം നൽകി. എന്നാൽ കോടതികളിൽ, ഹരിയാന കോടതിയിലോ ബീഹാർ കോടതിയിൽ പോലും ഇത് സംബന്ധിയായൊരു കേസ് നടന്നപ്പോൾ 25,000 പോയിട്ട് 280 ആളുകളുടെ പോലും പേര് വിവരങ്ങൾ, ഈ മരണപ്പെട്ടു എന്ന് പറയുന്നവരുടെ, അല്ലെങ്കിൽ പോലീസ് അവരുടെ ജഡം പോലും ബന്ധുക്കൾക്ക് വിട്ടു നൽകാതെ അപ്രത്യക്ഷമാക്കി എന്ന് ഈ ജസ്വന്ത് സിംഗ് ഖാർല ആരോപിച്ച ഒരാളുടെ പോലും 280 ആളുകളുടെ പോലും പേര് വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കുവാൻ ഇയാൾക്ക് സാധിച്ചില്ല. തന്നെയുമല്ല, ഈ ഭിന്ദ്രൻവാലയെ പോലുള്ള ഭീകരവാദികളെ പരസ്യമായി തന്നെ പല അഭിമുഖങ്ങളിലും സന്ത് എന്ന് പറഞ്ഞാൽ സിഖ് വിശ്വാസത്തിലെ ഗുരുക്കന്മാരുടെ തൊട്ട് താഴെ നിൽക്കുന്ന സന്യാസിമാർ,
പദവിയിലും വിശ്വാസത്തിലും ബഹുമാനത്തിലും അത്തരത്തിലുള്ള ഗുരുക്കന്മാരെക്കാളും ഒരുപടി താഴെ, എന്നാൽ സാധാരണക്കാരെക്കാളും മേലെ. എമ്പുരാൻ്റെ കാര്യം പറയില്ലേ, രാജാവിന് മേലെ ദൈവത്തിന് താഴെ എന്ന് പറയുന്നത് പോലെ ഗുരുക്കന്മാരെക്കാൾ താഴെ സാധാരണക്കാരെക്കാൾ മേലെ അങ്ങനെ നിൽക്കുന്ന സന്യാസിമാരെ വിശേഷിപ്പിക്കുന്നതാണ് സന്തെന്ന് പഞ്ചാബിയിൽ. ആ സന്താണ്, അത്തരത്തിലൊരു സന്താണ് ഈ ഭിന്ദ്രൻവാല എന്ന ഭീകരവാദി എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഇയാൾ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇയാളുടെ ഒരു മനോഭാവവും ഖാലിസ്ഥാനി അനുഭാവവും. അത്തരത്തിലുള്ളൊരു വ്യക്തിയുടെ ജീവിതകഥയാണ് ഈ സത്ലജ് എന്ന സിനിമയിലൂടെ പറയപ്പെടുന്നത്. ആ വ്യക്തിയുടെ ജീവിതം പറയപ്പെടുക മാത്രമല്ല, പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബിയാൻ സിംഗിൻ്റെ വധത്തെ ഈ ചിത്രം വളരെ മഹത്വവൽക്കരിച്ച് കാണിക്കുന്നു. ഏതോ ഒരു വീരോദാത്ത കർമ്മമാണത്, വലിയ എന്താ പറയുന്ന ഒരു ഈ തോടി രാഗത്തിലേക്കുള്ള ആവേശമുണർത്തുന്ന പശ്ചാത്തല സംഗീതവും പഞ്ചാബി ഭജൻ എന്നൊക്കെ പറയില്ല, ഭജൻ എന്ന് പറയേണ്ട കീർത്തനങ്ങൾ പോലുള്ള ആവേശോജ്വലമായ ഒരു യുദ്ധാഹ്വാനത്തിനുള്ള പാട്ടുകളുമൊക്കെ പിന്നിൽ മുഴങ്ങി ആണ് ഈ പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രിയായ ബിയാൻ സിംഗിനെ ഖാലിസ്ഥാനി ഭീകരവാദികൾ ബോംബ് വെച്ച് കൊല്ലുന്ന രംഗം ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ചിത്രത്തിൽ KPS ഗില്ലിനെ ഇന്ദ്രപാൽ സിംഗ് എന്നുള്ള പേരിൽ വില്ലനാക്കിയിട്ടുണ്ട്. മുഴുനീള വില്ലനാണ്, ക്രൂരനായ വില്ലനാണ്. 1400ഓളം പോലീസുകാർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തെക്കുറിച്ച് ഈ ചിത്രം ഒരക്ഷരം മിണ്ടുന്നില്ല. ഏതാണ്ട് 1000-ന് മുകളിൽ ഹിന്ദുക്കളുടെ ജീവൻ പഞ്ചാബിൽ നഷ്ടപ്പെട്ടത് ഭിന്ദ്രൻവാലയുടെ ഭീകരവാദികൾ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ സംഭവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ചോ പഞ്ചാബിൽ വ്യാപകമായി അക്കാലത്ത് 90കളിൽ അത്തരം സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. ആ സംഭവങ്ങളെക്കുറിച്ചും ഈ ചിത്രം ഒരക്ഷരം മിണ്ടുന്നില്ല. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഇന്നത്തെ ഓട്ടപ്രദക്ഷിണം അവസാനിപ്പിക്കാം. ഇത് ഒരു പ്രൊപ്പഗൻഡയാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതൊരു റിക്രൂട്ട്മെൻറ്റ് ഫിലിമാണ്, റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിനുള്ള പരസ്യമാണ് ബബ്ബർ ഖാൽസ ഇൻ്റർനാഷണൽ എന്ന ഭീകരവാദ സംഘടനയിലേക്കുള്ള ഖാലിസ്ഥാനികളിലേക്കുള്ളത്. ഈ ചിത്രം ഇപ്പോൾ ഇറങ്ങുവാനുള്ള കാരണം വളരെ വ്യക്തമാണ്. ദുരന്തർ എന്ന സിനിമയുടെ 2 ഭാഗങ്ങളിലായി യഥാർത്ഥ പഞ്ചാബിയും ഖാലിസ്ഥാനിയും തമ്മിലുള്ള വ്യത്യാസം ഭാരതീയ സിനിമാ പ്രേക്ഷകർക്ക് മുമ്പിൽ, ലോക സിനിമാ പ്രേക്ഷകർക്ക് മുമ്പിൽ തന്നെ ആദിത്യദാറിനെ പോലെ സമർത്ഥനായ ഒരു ഡയറക്ടർ വളരെ കൃത്യമായി അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. യഥാർത്ഥ സർദാർജി, ഈ സർദാർജിമാരെന്ന് പറയുന്ന വംശം തന്നെ ഉണ്ടായത് പഞ്ചാബിലെ ഹിന്ദു കുടുംബങ്ങൾ, അവരുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത സന്താനത്തെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുവാനായി ദാനം നൽകിയിരുന്നു. അവരെയാണ് ഗുരുക്കന്മാർ, പഞ്ചാബി ഈ സിഖ് ഗുരുക്കന്മാർ ഏറ്റുവാങ്ങി സിഖായി മാറ്റി 5 കേഷ് കട കൃപാൺ കച്ച, അങ്ങനെ 5 Ks എന്ന് പറയും. അത്തരത്തിലുള്ള വിശ്വാസങ്ങളിലേക്ക് വളർത്തിയെടുത്ത് പഠിപ്പിച്ച് യോദ്ധാക്കളായി വളർത്തിയത്. അങ്ങനെയാണ് ഈ സർദാർജിമാരുടെ പരമ്പരകൾ തന്നെ ഉണ്ടാകുന്നത് ഹിന്ദുത്വത്തിൽ നിന്ന്. അത്തരത്തിലുള്ള സർദാർജിമാരും യഥാർത്ഥ സർദാർജിമാരും ഖാലിസ്ഥാനി ഭീകരവാദികളും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായി തന്നെ ദുരന്തർ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിനൊരു മറുപടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പഞ്ചാബിലെ തിരഞ്ഞെടുപ്പും അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള സമയത്താണ് ഈ ചിത്രം പുറത്തിറക്കുകയും വിവാദമുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതൊരു കൃത്യമായ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് തന്നെയാണ് എന്ന് പറയാതെ വയ്യ. അവസാനമായി ഒരു കാര്യം കൂടി പറയാം. നരേന്ദ്രമോദിയാണ് ഈ ചിത്രത്തിന് അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൽ തുടർന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്ന് ഇവരാരോപിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരെ പിന്തുണയ്ക്കുന്നു എന്ന് ഭാവിക്കുന്ന ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥ ആരോപിക്കുന്നുണ്ട്. എന്തിന് എന്നുള്ള ചോദ്യം മാത്രം ചോദിക്കുക. ഈ ചിത്രം പുറത്തിറങ്ങിയാൽ ഖാലിസ്ഥാനികളെ മഹത്വവൽക്കരിക്കുന്ന വിഷയം അവിടെ നിൽക്കട്ടെ. ഖാലിസ്ഥാനികളെയെല്ലാം അല്ലെങ്കിൽ സർദാർജിമാരെയും സിഖുകാരെയും എല്ലാം പോലീസ് വേട്ടയാടി എന്നാണല്ലോ ഈ ചിത്രത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഭരണാധികാരികൾ ക്രൂരന്മാരായിരുന്നുവെന്ന്. ഈ ചിത്രം നടക്കുന്ന കഥാകാലഘട്ടം ചരിത്രത്തിലെ 90കൾ എന്ന കാലഘട്ടത്തിൽ പഞ്ചാബിൽ സംസ്ഥാനത്തും ഭാരതത്തിൽ കേന്ദ്രത്തിലും കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ ചിത്രം പുറത്തു വരുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഗുണകരമോ ദോഷകരമോ പ്രേക്ഷകർ തന്നെ ആലോചിക്കുക. നരേന്ദ്രമോദി അല്ല ഇവിടെ പ്രശ്നം. ഇതൊരു പ്രൊപ്പഗണ്ട സിനിമയാണ്. സിനിമാ തിയേറ്ററുകളിൽ ഇറങ്ങിയിരുന്നെങ്കിൽ, ചിത്രം മര്യാദയ്ക്കുള്ള രീതിയിൽ പുറത്തു വന്നിരുന്നെങ്കിൽ ആരും കാണാതെ മാച്ചീസ് പോലുള്ള സിനിമകളിൽ നിരവധി ചലച്ചിത്രങ്ങൾ കാലാകാലത്തുണ്ടായിട്ടുണ്ട്. ഈ ഖാലിസ്ഥാനി ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരെ മഹത്വവൽക്കരിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവർ ധീരയോദ്ധാക്കളാണ്, ത്യാഗികളാണ് എന്ന തരത്തിൽ അവരെ ചിത്രീകരിക്കുന്ന ചിത്രങ്ങൾ നിരവധി പുറത്തു വന്നിട്ടുണ്ട്. അവയെല്ലാം പ്രേക്ഷക ശ്രദ്ധ നേടാതെ പോയി. ഇപ്പോൾ ആധുനിക കാലത്തെ പരസ്യതന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് നടത്തുന്ന സിനിമയെ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ബബ്ബർ ഖാൽസ ഇൻ്റർനാഷണലും ISIയും. അത്രമാത്രം ഈ വിഷയത്തിൽ
ഇപ്പോൾ പറയുവാനുള്ളൂ. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക കമൻറ്റുകളിലൂടെ. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. ശുഭരാത്രി.